കൂടിക്കാഴ്ചയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. 12-ാം വയസ്സിൽ തന്റെ അസ്ഥിയെ ബാധിച്ച ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടറെ കാണാനായി എബി രാജേഷ് എന്ന കൗമാരക്കാരനെത്തുന്നത് അതിജീവന കഥയ്ക്കൊപ്പം തന്റെ നേട്ടങ്ങളും പങ്കുവയ്ക്കാനാണ്. ആ നേട്ടത്തിൽ അറിയാതെയെങ്കിലും ഭാഗവാക്കാണ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ബോബൻ തോമസ്. വർഷം 2017 ഒക്ടോബർ 6. എബി രാജേഷ് തോമസ് എന്ന അന്നത്തെ 6-ാം ക്ലാസ്സുകാരന് കാലിന് കലശലായ വേദന. ആശുപത്രികൾ പലത് കയറിയിറങ്ങി. പക്ഷേ എബിയുടെ വേദനയ്ക്ക് ശമനമുണ്ടായില്ല. എക്സ്റേ എടുത്തപ്പോഴത്തേക്കിനും ബോണിൽ ഒരു ട്യൂമർ കണ്ടു. പിന്നെ എൻ്റെ ബയോപ്സി എടുത്തപ്പോൾ അത് ഓസ്റ്റിയോസാർക്കോമ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ബോണിലുള്ള ഒരു ക്യാൻസർ ആയിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ഹൈ ഡോസിലുള്ള കീമോതെറാപ്പിയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവനുണ്ടായിരുന്നെങ്കിലും എല്ലാം ഓവർകം ചെയ്യാൻ പറ്റി. കാൽ മുറിച്ചു മാറ്റി പകരം കൃത്രിമ കാൽ വയ്ക്കണമെന്നായിരുന്നു പ്രതിവിധി. ഇതിനിടെയാണ് ട്യൂമർ ബാധിച്ച അസ്ഥി മുറിച്ചു മാറ്റി പകരം കൃത്രിമ അസ്ഥി വെച്ചുപിടിപ്പിക്കുകയും കാൽ വളരുന്നതിനനുസരിച്ച് പ്രത്യേക സംവിധാനത്തിലൂടെ ഈ അസ്ഥിക്ക് നീളം വർദ്ധിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിഞ്ഞത്. എക്സ്പാൻഡബിൾ ആയിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട്. അത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത് ഉപയോഗിച്ച പയ്യൻ എന്ന് പറഞ്ഞാൽ എബിയാണ്. കാരണം സാധാരണ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇത് വെക്കുമ്പോൾ വളർച്ചയ്ക്ക് അനുസരിച്ച് അത് ഗ്രോത്ത് വരത്തില്ല. ഇവന് വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് അതൊരു മെഷീൻ്റെ അടുത്ത് വെക്കുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സങ്കീർണമായ ശസ്ത്രക്രിയകളുടെയും മരുന്നുകളുടെയും മാസങ്ങൾ നീണ്ട ആശുപത്രിവാസം. അങ്ങനെ അസാമാന്യ ഉൾക്കരുത്തോടെ എബി തന്റെ ജീവിതം തിരികെ പിടിച്ചു. ഡോക്ടർ ബോബൻ തോമസിലൂടെ. എന്തോ ഡോക്ടറിൻ്റെ ബിഹേവിയറെ കാരണം എനിക്ക് അത്രയ്ക്കും സീരിയസ് ആയിട്ട് തോന്നിയില്ല. ഇപ്പം ഇത്ര വലിയ ഡ്രഗാണ് തരുന്നതും ഇത്ര ഇൻറ്റൻസിറ്റി കൂടുതൽ ഡ്രഗാണ് തരുന്നതെന്നും ബട്ട് എനിക്ക് അത്രയ്ക്കും പേടിയൊന്നും തോന്നിയിട്ടില്ല. സങ്കടപ്പെട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. ക്യാൻസർ ആണെന്ന് സങ്കടപ്പെട്ടിട്ടൊന്നുമില്ല. ചികിത്സാ കാലത്ത് ഡോക്ടർ ബോബൻ തോമസിന്റെ ആ പുഞ്ചിരി എബിയുടെ മനസ്സിൽ എവിടെയോ തട്ടി. അവന് എഞ്ചിനീയറിംഗ് ആകാനാണ് താല്പര്യം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മളൊരു ഇൻസ്പിറേഷനാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. ഇന്നലെ നമ്മുടെ പേഷ്യൻ്റ് ആയിരുന്നു, നാളെ നമ്മുടെ കൊളീഗായിട്ട് വരും, പിന്നെ നമ്മളെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ കസേരയിലിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന കാര്യങ്ങൾ. ആ ആഗ്രഹമാണ് എബിയെ ഇവിടെ വരെ എത്തിച്ചത്. മനസ്സിൽ എയിം ചെയ്യുന്നത് ഒന്നുകിൽ ഓങ്കോളജി അല്ലെങ്കിൽ ന്യൂറോളജിയാണ്. അത് അറിയില്ല, MBBS പഠിച്ചു കഴിഞ്ഞിട്ട് തീരുമാനം. ഈ വരുന്ന ഒക്ടോബർ 14 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായി ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി എബി ചവിട്ടിക്കയറും. വളരെയധികം സന്തോഷമുണ്ട്. അവൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പിന്നെ ഫുൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും ഭാവിയിൽ ഒരു കൈപുണ്യമുള്ളൊരു നല്ലൊരു ഡോക്ടറായിട്ട് മാറണം എന്നാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. എല്ലാവരിലും പുഞ്ചിരി നിറയ്ക്കാൻ ഡോക്ടർ ബോബൻ തോമസിനെ പോലെ എബിയും ഡോക്ടറാവുകയാണ്. വേദനയാൽ നീറുന്ന രോഗികൾക്ക് മരുന്നിനൊപ്പം ആ പുഞ്ചിരിയും വലിയ മാറ്റം ഉണ്ടാക്കും. ക്യാമറാമാൻ അനൂപ് എമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.